സന്ദീപിലേക്ക് നമുക്കൊന്ന് പോയി വരാം. സന്ദീപ്, എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കമ്പംമെട്ട് ചേറ്റുകുടിയിലാണ് KSRTC ബസ്സും ഈ തീർത്ഥാടകരുമായിട്ട് സഞ്ചരിച്ചിരുന്ന കാറ് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത്. ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറ്. ചേറ്റുകുഴി ബദനി സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയായ ആമിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ഈ ആമി അടക്കം 7 പേരാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 6 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ഡ്രൈവർക്കടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ കട്ടപ്പനയിലെ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത്തക്കട ജോസഫ് വർക്കിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. ഈ മലയാറ്റൂർ യാത്ര തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാതിരുന്നതിനാൽ ഈ രാത്രിയിൽ ഉടനീളം യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ വീട്ടിലേക്ക് എത്തുവാൻ 3 കിലോമീറ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 3 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇവർ സുരക്ഷിതമായി വീട്ടിൽ എത്തിച്ചേരുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അപകടത്തിലാണ് ഒരു 6 വയസ്സുകാരി അടക്കം മരണപ്പെട്ടു എന്ന വാർത്ത നമുക്ക് ഈ രാവിലെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. ജോസഫ് വർഗിയുടെ മകൻ എബിയുടെ കുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. ആമി, എബിയുടെ ഭാര്യ അമലു, അമ്മ മോളി എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായിരുന്നാലും ദാരുണമായ ഒരു സംഭവമാണ്. ഒരു തീർത്ഥാടന യാത്ര കഴിഞ്ഞെത്തുമ്പോൾ അപകടമുണ്ടാകുന്നു. അതിൽ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. 6 വയസ്സുകാരി ആമി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകുവാൻ കഴിയുന്ന വിവരം. അരുൺകുമാർ. ഓക്കെ സന്ദീപ്, വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. വീട്ടിലേക്കെത്താൻ 3 കിലോമീറ്റർ മാത്രം ഉള്ളപ്പോഴാണ് ഒരു അപകടം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ഒരു കുഞ്ഞാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. 6 വയസ്സുകാരി മാത്രമാണ് അവളുടെ പ്രായം. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ ഉള്ളത് വലിയങ്ങാടിയിൽ.